Hello, good morning. Welcome to Learning Home. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. ഓക്കെ, അവർ തമ്മിലുള്ള ഒരു കമ്പാരിസനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Which of the following is an example for an impact printer? Impact printerന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ്, തെർമൽ. നമുക്കറിയാം ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ് ഒരു ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ പ്രിന്റർ എല്ലാം എക്സാമ്പിൾസ് ഓഫ് ദി നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ് അല്ലേ. ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെക്കാനിക്കലി ഒരു കണക്ഷൻ വരുവാണ്, പേപ്പറുമായിട്ടൊരു കണക്ഷൻ ടച്ച് വരുന്നുണ്ട് അല്ലെ, അതാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. What is the key advantage of using non-impact printers over impact printer? ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണ് when comparing with the impact printers? It has faster printing speed and quieter operation. അല്ലേ, ഇമ്പാക്ട് പ്രിന്ററിൽ നോയ്സി ഓപ്പറേഷൻ ആണ്, ഇവിടെ നമുക്കൊരു ക്വയറ്റ് ഓപ്പറേഷൻ ആണ് തരുന്നത്, ഫാസ്റ്റർ പ്രിന്റിംഗും കൂടിയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which type of printer is most suitable for printing high resolution graphics and photos? High resolution graphicsകളും ഫോട്ടോസും ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിന് ഏത് ടൈപ്പ് ഓഫ് പ്രിന്റർ ആണ് സ്യൂട്ടബിൾ? ഇറ്റ് ഈസ് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the common type of non-impact printer used in modern homes and offices? വീടുകളിലും ഓഫീസസുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? ഇറ്റ് ഈസ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ആണ്. ഓക്കെ, കൂടുതലായിട്ട് വീടുകളിലും ഓഫീസുകളിലൊക്കെ നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. What is the significant disadvantage of impact printers compared to non-impact printer? ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇമ്പാക്ട് പ്രിന്ററിന്റെ ഡിസഡ്വാൻറ്റേജ്? ഹൈ നോയ്സ് ലെവൽസ് ആൻഡ് സ്ലോവർ പ്രിന്റിംഗ് സ്പീഡ് അല്ലെ, നോയ്സ് ലെവൽ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, അതുപോലെ തന്നെ പ്രിന്റിംഗ് സ്പീഡും സ്ലോവർ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which type of printer use a toner cartridge to produce prints? ഏത് ടൈപ്പ് ഓഫ് പ്രിന്ററിലാണ് നമുക്ക് ഒരു ടോണർ കാർട്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ഏതിലാണ്? ഇറ്റ് ഈസ് ലേസർ പ്രിന്ററിലാണ് അല്ലെ, ലേസർ പ്രിന്ററിലാണ് നമ്മളൊരു ടോണർ കാർട്രിഡ്ജ്. അതിൽ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ബി പൗഡേർഡ് ടോണർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. പൗഡേർഡ് ടോണേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ലേസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ യൂസിങ് ഇങ്ക്. So here option C ആണ് right answer. Why are impact printers often used in industrial and point of sale applications? എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് പോയിന്റ് ഓഫ് സെയിലുകളിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് ഡ്യൂറബിലിറ്റി ആൻഡ് എബിലിറ്റി ടു പ്രിന്റ് ഓൺ മൾട്ടി പാർട്സ് ഫോംസ് ഓഫ് കണ്ടിന്യൂസ് പേപ്പർ അല്ലേ. അതിന്റെ ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ ഒരു മൾട്ടി പാർട്ട് ഫോംസിൽ പ്രിന്റ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് പേപ്പറിൽ പ്രിന്റ് ചെയ്യാനും അതിന് സാധ്യമായതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which type of printer typically has longer lifespan and more durable for heavy duty printing tasks? ഹെവി ഡ്യൂട്ടി പ്രിന്റിംഗ് ടാസ്കുകൾക്ക് ഡ്യൂറബിൾ ആയിരിക്കുന്നതും ലോങ്ങർ ലൈഫ് സ്പാൻ ഉള്ളത് ഏതാണ്? ഇറ്റ് ഈസ് ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഓക്കെ, ഇമ്പാക്ട് പ്രിന്റർക്കാണ് ഹെവി ഡ്യൂട്ടി പ്രിന്റിംഗ് ടാസ്കിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ഉള്ളത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which type of printer uses a heating element to transfer ink or toner onto the paper? ഓക്കെ, ഒരു ഹീറ്റിംഗ് എലമെന്റ് യൂസ് ചെയ്ത് ഇങ്കിനെയോ ടോണറിനെയോ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രിന്ററിലാണ്? ഇറ്റ് ഈസ് ഇൻ ദി തെർമൽ പ്രിന്റർ. ഓക്കെ, നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്ന തെർമൽ പ്രിന്ററിലാണ് നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. What is the common feature of impact printers that make them suitable for printing in harsh environment? ഏതാണ്? rugged construction and reliability അല്ലെ. റഗ്ഡ് കൺസ്ട്രക്ഷൻ ആൻഡ് റിലയബിലിറ്റി കാരണം നമുക്ക് എന്താണ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹാർഷ് എൻവയോൺമെന്റ്സിൽ കൂടി നമുക്കത് പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഇമ്പാക്ട് പ്രിന്റേഴ്സ് വേഴ്സസ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.